ഹലോ ഓൾ SSC ജൂനിയർ എക്സാമിൻ്റെ എക്സാം ഡേറ്റ് റിലീസ് ആയിട്ടുണ്ട്. ജൂൺ 4-6-2024 ആണ് എക്സാം വരുന്നത്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് ഒക്കെ ഉടനെ തന്നെ റിലീസ് ചെയ്യും. സോ നമുക്ക് അതിൻ്റെ സിലബസും എക്സാം പാറ്റേണും എങ്ങനെയാണെന്ന് നോക്കാം. സോ എക്സാം വരുന്നത് 2 ടയറായിട്ടാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് ടയർ എന്ന് പറയുന്നത് പേപ്പർ 1, ദാറ്റ് ഈസ് 200 മാർക്സിനാണ്. 200 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഓക്കെ, അതിൽ 50 ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ അവയർനെസ്സിൽ നിന്നും വരും. ദെൻ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 50 ക്വസ്റ്റ്യൻസ് ഫോർ 15 മാർക്സ്. ദെൻ നമ്മുടെ സിവിൽ ആൻഡ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് എന്നുള്ള സബ്ജക്ട്സിൽ നിന്നും നമുക്ക് 100 ക്വസ്റ്റ്യൻസ് 100 മാർക്കിനാണ് വരുന്നത്. സോ ടോട്ടൽ 2 hours ആണ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ 200 മാർക്സിനാണ് എക്സാം വരുന്നത്. സോ പേപ്പർ 1 പാസ്സായാലും നമുക്ക് പേപ്പർ 2 എഴുതാൻ പറ്റത്തുള്ളൂ. സോ പേപ്പർ 2 വരുമ്പോഴത്തേക്കും നമുക്ക് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷേ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 300 ആണ്. ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 2 hours തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് ടോപ്പിക്സ് വരുന്ന അനലോഗീസ്, ഡിഫറൻസസ്, പ്രോബ്ലം സോൾവിംഗ്, ജഡ്ജ്മെന്റ്, വിഷ്വൽ മെമ്മറി, ഒബ്സർവേഷൻ, അരിത്തമെറ്റിക്കൽ റീസണിംഗ്, അരിത്തമെറ്റിക്കൽ നമ്പർ സീരീസ്, അരിത്തമെറ്റിക്കൽ കമ്പ്യൂട്ടേഷൻസ്, similarities, space visualization, analysis, decision making, discrimination, relationship concepts, verbal and figure classification, abstract ideas and symbols and their relationships, other analytical functions. Then general awareness topics വരുന്നത് environment and its application to society, history, geography, general polity, then current events, culture, economic scene, scientific research. Then general engineering, സിവിലിൻ്റെ നമ്മുടെ ടോപ്പിക്സിനകത്ത് വരുന്നത് നമ്മുടെ എല്ലാ ടോപ്പിക്സും വരുന്നുണ്ട്. ബിൽഡിംഗ് മെറ്റീരിയൽസ്, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, സോയിൽ മെക്കാനിക്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, കോൺക്രീറ്റ് ടെക്നോളജി, സ്റ്റീൽ ഡിസൈൻ, എസ്റ്റിമേറ്റിംഗ്, സർവേയിങ്, ഹൈഡ്രോളിക്സ്, ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, RCC ഡിസൈൻ. സോ പേപ്പർ 1 നമുക്ക് ഇങ്ങനെ മാത്രമേ ടോപ്പിക്സ് പറയുന്നുള്ളൂ. പേപ്പർ 2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഉണ്ട്. അപ്പോൾ ബിൽഡിംഗ് മെറ്റീരിയൽസ്, എസ്റ്റിമേറ്റിംഗ്, ദെൻ കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ, ഹൈഡ്രോളിക്സ്, ഇതിൻ്റെയൊക്കെ സിലബസ് ആണ് നമ്മളിവിടെ കാണുന്നത്. സർവേയിങ്, സോയിൽ മെക്കാനിക്സ്, ഇറിഗേഷൻ എഞ്ചിനീയറിംഗ്, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ്, തിയറി ഓഫ് സ്ട്രക്ചേഴ്സ്, കോൺക്രീറ്റ് ടെക്നോളജി, സ്റ്റീൽ ഡിസൈൻ, RCC ഡിസൈൻ. സോ ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. സോ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജൂണിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു ഇത്രയും പോർഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിൻ്റെ കട്ട് ഓഫ് ഒക്കെ മിക്കവാറും സിവിലിൻ്റെ നോക്കുവാണെങ്കിൽ 200-ൽ 110, 113 മാർക്സ് അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക.